മക്കളെ, നമ്മൾ ഈ പരീക്ഷ എടുക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ കൂടുതലേ. കാരണം എന്താ, കുറേ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു തീർന്നിട്ടുണ്ടാവില്ല, ഇനി ഓൾറെഡി പഠിച്ചതാണെങ്കിൽ കൂടിയും ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പരീക്ഷ എടുക്കുന്ന ആ ഒരു സമയമാകുമ്പോൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെയാണോ കിട്ടിയത്, നമ്മൾ തോന്നിയതൊക്കെ അവിടെ നിന്നൊക്കെ നമ്മൾ പഠിക്കും. എന്നിട്ട് എങ്ങനെയൊക്കെയോ നമ്മളൊരു അവിയൽ പരിവാക്കിയിട്ടാണ് നമ്മൾ എക്സാം ഹാളിൽ പോകുക അല്ലേ. അങ്ങനെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് മര്യാദയ്ക്ക് മാർക്കും കിട്ടാൻ പോകുന്നില്ല അല്ലേ. അത് നമുക്കൊരു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനെ അവിയൽ പരിവായിട്ട് അവിടെ നിന്നൊക്കെ പഠിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ അവസാന നിമിഷത്തിൽ നമുക്കിനിപ്പോൾ എന്ത് രീതിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് അറിയില്ല അല്ലേ. അപ്പോൾ അതറിയാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓരോന്നിൻ്റെയും വെയിറ്റേജ് നോക്കിയാൽ മതി. അതായത് ഓരോ ചാപ്റ്ററിൽ നിന്നും നമുക്ക് എത്ര മാർക്കിന് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരും എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഓ ഈ ചാപ്റ്റർ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം, ഈ ചാപ്റ്റർ കുറച്ച് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ കുറച്ച് മാറ്റി വയ്ക്കാമെന്നല്ല, അതായത് അത്രയ്ക്കധികം ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഈ ഒരു വീഡിയോയിൽ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മിസ് പറഞ്ഞുതരാൻ പോകുന്നതാണ്. അതായത് നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ്, അതായത് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്രയൊക്കെ മാർക്കിന് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ മിസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പർ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റില്ലേ, ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കിക്കേ. ഇതാണ് നമ്മുടെ ടോട്ടൽ മാർക്ക്. ഓക്കെ, ഈ സൈഡിലുള്ളത് നിങ്ങൾ നോക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. then അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഇവിടെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എത്രയാണ് വരിക, 2 മാർക്ക് ക്വസ്റ്റ്യൻ എത്രയാണ് വരിക, 3 മാർക്ക് ക്വസ്റ്റ്യൻ എത്രയാണ് വരിക എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 1 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് മാർക്ക് ഭയങ്കര ഒയ്യോ മിസ് 1 മാർക്കല്ലേ ഉള്ളൂ, അന്ന് ഞാനത് പഠിക്കണില്ല എന്ന് വെച്ചിട്ട് മാറ്റി വെക്കരുത്. എന്ത് ചെയ്യണം, ഇത് നമുക്ക് എന്താ പറയുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നന്നായിട്ട് പഠിക്കുക. ഇത് പഠിക്കരുത് എന്നല്ല കേട്ടോ അതിനർത്ഥം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ 1 മാർക്കിനാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി അടുത്തത് ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന്, ഓക്കെ ഇവിടെ അത് കൊടുത്തിട്ട് എന്തോ ഒരു മിസ്സിംഗ് ആയിട്ട് പോയിട്ടുള്ളതാണ്, അത് കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും അതിൽ നിന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഓവർ വെയിറ്റേജ് അല്ല, ഒരു 2 or 3 മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, മിക്കതും മിസ്സിന് ഒരു ധാരണ ശരിയാണെങ്കിൽ ഒരു 3 മാർക്കിനായിരിക്കും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ മിക്കതും അതിന് 2 മാർക്ക് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 2 മാർക്കും അല്ലെങ്കിൽ 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 2 മാർക്കിനും 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഇതേപോലെ 3 മാർക്കിന് 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ടോട്ടൽ ഇത് എന്താണ്, 3 മാർക്കിനാണ് അതിൽ നിന്നും പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ദെൻ ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നമുക്ക് 3 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന്, രാസമാറ്റം എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് 3 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. അതേപോലെ തന്നെ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 2 മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ മാർക്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതേപോലെ തന്നെ 3 മാർക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ടോട്ടൽ 5 മാർക്കാണ്. ഓക്കെ, 5 മാർക്ക്. എൻ്റെ അമ്മോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ, ഇത് പഠിക്കാതെ വിട്ടുപോകരുത്. പിന്നെ അതുപോലെ തന്നെ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നോക്കുകയാണെങ്കിൽ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 2 മാർക്കിന് നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ടോട്ടൽ 3 മാർക്കാണ് നമുക്ക് അതിൽ നിന്ന് വരാം. ഓക്കെ, ദെൻ അതിനുശേഷം മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവിടെ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും അതേപോലെ തന്നെ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനുമായിട്ട് 3 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ അതുപോലെ തന്നെ വൈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കുക. അപ്പോൾ 2 മാർക്കിനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ദെൻ ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ്, ദെൻ അതേപോലെ തന്നെ 2 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ്, പിന്നെ അതുപോലെ തന്നെ 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ്. എൻ്റെ ഭഗവാനെ, ഈ ചാപ്റ്ററിൽ നിന്ന് കുറേ മാർക്കിന് വരുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 4 അല്ലേ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മാർക്കിന് 2 ക്വസ്റ്റ്യൻ, അപ്പോൾ 6 ആയി അല്ലേ, 6ഉം 4ഉം 10 ആയി, 10ഉം 12. ഓക്കെ, 12 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർ ദ കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിന് 2 ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 6 മാർക്കായി. പിന്നെ അതുപോലെ തന്നെ 2 മാർക്കിന് 2 ക്വസ്റ്റ്യൻ, 6 4 10, 1 11.
ഓക്കെ 11 മാർക്കിന് നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ ഈ ഭാഗങ്ങൾ ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ ചില ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച ചാപ്റ്റേഴ്സ് ആയിരിക്കും അല്ലേ. ഓണപരീക്ഷയ്ക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് ആയിരിക്കും. ഈ അവസാനത്തുള്ള ചാപ്റ്റേഴ്സ് ഒന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ. അത് നമുക്ക് അറിയാലേ, അവസാനത്തെ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. അത് നമുക്ക് പുതിയ പുതിയ ചാപ്റ്റേഴ്സ് ആയിരിക്കും. അപ്പം എൻ്റെ കുട്ടികൾ ഈ സമയത്ത് എന്ത് ചെയ്യണം, അവസാനത്തേക്ക് നമ്മൾ ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് ഇല്ലേ, ആ ചാപ്റ്റേഴ്സിന് എന്ത് കൊടുക്കണം, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഇപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടതെന്നുള്ളത്. ഈ ചാപ്റ്റേഴ്സ് അതായത് ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റനൻസ്, ഫോർ ദ കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻ, ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഓക്കെ, ഇതിൽ ചിലപ്പോൾ ചില വേരിയേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ വരാം. ഓക്കെ, നമ്മുടെ ഇത്തവണ കാണുന്ന എക്സാം ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്ത് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ വേരിയേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. ആ കാര്യം മാത്രം നമുക്ക് വളരെയധികം ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റേഴ്സ് ഒന്നും വിട്ട് കളയരുത്. പിന്നെ അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത നമ്മുടെ സൊല്യൂഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻസിൽ നിന്ന് അതിലിവിടെ എന്തോ മിസ്സായിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിൽ നിന്നും അത്യാവശ്യം ഒരു 3 മാർക്കിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ വാട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 5 മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 1 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് വരും. പിന്നെ അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ദെൻ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കുകയാണെങ്കിൽ 6 മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ദെൻ സൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ, ശബ്ദം അല്ലേ, അതിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ 2 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് വരും. അപ്പം 4 മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ദെൻ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിത വൈദ്യുതി. ഓക്കെ, അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ്, ഈ ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ്, വാട്ടർ, പിന്നെ അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്ഫെറിക്കൽ മിറേഴ്സ്. ദെൻ നമ്മുടെ സൗണ്ട് നോക്കിക്കോ, അത് നമുക്ക് എളുപ്പമുള്ള ചാപ്റ്റർ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. അതേപോലെ തന്നെ ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റനൻസ്, ഫോർ ദ കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻ, പിന്നെ അതുപോലെ തന്നെ മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്, ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതൊന്നും പഠിക്കേണ്ടെന്നല്ല, ഇത്രയും ചാപ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ആ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ നമുക്ക് എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അയ്യോ മിസ് ഈ ഒരു സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കവർ ചെയ്യും എന്നുള്ളതൊന്നും പേടിക്കേണ്ട. അപ്പം എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ റിവിഷൻ ബാച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം വിന്നറിൻ്റെ തന്നെ റിവിഷൻ ബാച്ച് ഉണ്ട്. അപ്പോൾ ആ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള റിവിഷൻ കിട്ടും. അതായത് ആദ്യം മുതൽ അവസാനം വരെയുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെയും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം അത് എൻ്റെ കുട്ടികൾക്ക് കിട്ടും. നമുക്കറിയാം ചാപ്റ്ററും കിട്ടും, ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ്സും ഉണ്ടായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം മുൻവർഷങ്ങളിലെ ചോദ്യങ്ങൾ തന്നെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മുടെ റിവിഷൻ ബാച്ചിൽ എൻ്റെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇനിയിപ്പോൾ അഥവാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കില്ല, അയ്യോ മിസ് ഞാനിപ്പോൾ ഇത്രയും ലേറ്റ് ആയില്ലേ, ഇനിയിപ്പോൾ ഈ ഒരു ഇതൊക്കെ 8ാം ക്ലാസ്സൊക്കെ കഴിയാനായി മിസ്സേ, അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞാനിപ്പോൾ ഈ സമയത്ത് അല്ലേ പൈസ ഓൾറെഡി കുറവാണെങ്കിൽ കൂടിയും പക്ഷേ എന്നാലും ഞാൻ ഈ സമയത്ത് ജോയിൻ ചെയ്യണ്ടേ എന്നൊക്കെ നിങ്ങൾക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റൊരു ഐഡിയ ഉണ്ട്. അതായത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത 9ാം ക്ലാസ്സിൻ്റെ ബാച്ചിലേക്ക്, ആൽഫ ബാച്ചിലേക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അങ്ങനെ ആൽഫ ബാച്ചിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ 8ാം ക്ലാസ്സിൻ്റെ റിവിഷൻ ബാച്ച് എൻ്റെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഒപ്പം തന്നെ നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ എല്ലാ കംപ്ലീറ്റ് ഗൈഡുകൾ, എക്സാം വിന്നറിൻ്റെ ഗൈഡുകളുണ്ട്. ഓക്കെ, നമ്മൾ മിസ്സുമാരടക്കം പണ്ടുപോലെ പഠിച്ചു വന്നിരുന്ന ഗൈഡ് ബുക്കുകളാണ്. അപ്പോൾ ആ ഗൈഡുകൾ എന്ത് ചെയ്യും, എൻ്റെ കുട്ടികൾക്ക് സെപ്പറേറ്റ് വാങ്ങേണ്ട ആവശ്യം വരില്ല, അതും കൂടെ ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ വിചാരിക്കണം, അയ്യോ മിസ് എനിക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, അതിനും നമുക്കൊരു ഒരു പോംവഴിയുണ്ട്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ ചാനലുണ്ട്. അപ്പോൾ 8ാം ക്ലാസ്സിൻ്റെ ചാനലിൽ എൻ്റെ കുട്ടികൾക്ക് കംപ്ലീറ്റ് കണ്ടോ, ഓരോ ദിവസം ഓരോരോ ലൈവുകളാണ്. ഓക്കെ, ഇന്ന് ഓരോ ദിവസം ഇപ്പം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ലൈവുകൾ, മിസ്സും നമ്മുടെ ശ്രുതി മിസ്സും ഉണ്ട് കണ്ടോ, ഓരോ ദിവസം നമ്മൾ തീർക്കുന്ന ചാപ്റ്റേഴ്സ് നോക്കിയൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങൾ നല്ലോണം നല്ല അടിപൊളിയായിട്ട് എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഓരോ ദിവസം ഇത്രയും ചാപ്റ്റേഴ്സാണ് പോകുന്നത്. അപ്പോൾ ലൈവായിട്ട് തന്നെ കാണണം, എന്നാലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ ഇതിന് സാധിക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ റെഡി ആണല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പക്ക ക്ലിയർ ആയി, ഇത് നിങ്ങൾക്ക് നല്ലോണം യൂസ്ഫുൾ ആയി എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം എല്ലാവരും ഈ വെയിറ്റേജ് അറിയാനായിട്ട് കാത്തിരിക്കുന്നവരായിരുന്നു.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ലോണം യൂസ്ഫുൾ ആയി എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മറക്കാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും പക്ക ക്ലിയർ ആയി, എല്ലാവരും പഠിച്ചു തുടങ്ങിയോ, എന്താണ് അവസ്ഥ അല്ലേ, പഠിക്കാനായിട്ട് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോ എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക, മറക്കാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ മിസ് ചെയ്തേ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു മക്കളെ, താങ്ക് യു സോ മച്ച്.